ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. സോയാബീൻ കയ്യിലിരിപ്പുണ്ടോ എന്ന് എടുത്തിട്ട് പെട്ടെന്ന് പോയാൽ നമുക്കൊരു വെറൈറ്റി സിമ്പിൾ റെസിപ്പി തയ്യാറാക്കാൻ പറ്റും. കൊറിയാണ്ടർ സോയാബീൻ ലെമൺ റൈസ്, അതാണ് ഇതിൻ്റെ പേരായിട്ട് പേടിക്കേണ്ട. സംഭവം സിമ്പിളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ ബിരിയാണി അരി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ മുന്തിരി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, നോ പ്രോബ്ലം. ഇനി ഞാൻ അതേ നെയ്യിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ച അരിയില്ലേ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആ നെയ്യിലും ആ സ്പൈസസിലൊന്നും വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു ജസ്റ്റ് 5 സെക്കൻഡ്സ് മാത്രം മതി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഏറണ്ട, പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മെയിൻ തരം സോയാബീൻ, കുഞ്ഞ് സോയാബീനായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വലിയ സോയാബീൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇത് ഞാനൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടാട്ടോ ഈ ഒരു പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നത്, അല്ലാതെ പച്ചക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഈ ഒരു പാനിൽ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. ബോയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപ്പും മഞ്ഞപ്പൊടിയും ഒന്നിട്ടിട്ടൊന്ന് ബോയിൽ ചെയ്താൽ മതി. അതിന് ശേഷമാണ് ഞാൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗാർലിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒരു 5-8 പീസോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ കുനുകുനുകുനാ അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഒന്നുമില്ല, നമ്മുടെ ഉണക്കമുളകില്ലേ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സിയിൽ ജസ്റ്റ് നിരച്ചിട്ടാൽ മതി. ചില്ലി ഫ്ലേക്സ് റെഡിയാണ്. അതില്ലാന്ന് എഴുതിയിട്ട് ഇനി ഇത് ഉണ്ടാക്കാതെ കണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഒരു വല്യുള്ളി ഇതുപോലെ കുനുകുനാ അരിഞ്ഞിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ചില്ലി ഫ്ലേക്സിലും വെളുത്തുള്ളിയിലൊക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു മീഡിയം ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. നല്ലോണം ഫ്രൈ ചെയ്ത് എണ്ണയിലിട്ട് കുളിപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അത് നമുക്കിത് ഈ ഉള്ളിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിതേ വേവിച്ച് വെച്ച ഒരരിയില്ലേ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിളാണ്, സംഭവം റെഡിയായി കൈ കിട്ടി. ഇനി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കൂ, സിമ്പിളാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ്, അതാണല്ലോ ഇതിൻ്റെ മെയിൻ താരം, അതും ലെമണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കഷ്ണം ലെമണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വല്ലാതെ പുളിപ്പിക്കേണ്ട, കുറച്ച് ഒരു ജസ്റ്റ് ഒന്ന് നമുക്കതിന് മേലെ കൂടെ ഒന്ന് വീണാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാൻ നോ പ്രോബ്ലം കേട്ടോ. അപ്പോൾ സംഭവം സിമ്പിളായിട്ട് നമ്മളെ കൈ കിട്ടിയിട്ടില്ലേ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ അരിയൊക്കെ ഒന്ന് പെട്ടെന്ന് വേവിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇടുക, സോയാബീൻ വറുക്കുക. സംഭവം സിമ്പിളാണ്, തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.